എറണാകുളം ജില്ലയിൽ ഇത്തവണ അനവധി ഇടങ്ങളിൽ ത്രികോണ പോരിന്റെ പ്രതീതി അല്ലെങ്കിൽ ത്രികോണ പോരിലേക്ക് നിൽക്കുന്ന അനവധി മണ്ഡലങ്ങൾ ഇത്തവണയുണ്ട്. അതിനൊരു പ്രധാന കാരണം BJP ഏറെ നാളായി ശ്രദ്ധ പുലർത്തുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുകയാണ് എറണാകുളം നിയമസഭാ മണ്ഡലം. അവിടെ BJPയുടെ വക്താവും എല്ലാവർക്കും സുപരിചിതനുമായ PR ശിവശങ്കറാണ് ഇവിടെ സ്ഥാനാർത്ഥി. അദ്ദേഹം കൃത്യമായി തന്നെ രാഷ്ട്രീയം അറിയുന്നതാണ്, രാഷ്ട്രീയ പ്രവർത്തനം അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നാളിതുവരെ കാണാത്ത ഒരു പ്രവർത്തനമാണ് BJP ഈ എറണാകുളം നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമായി എറണാകുളം ഇതോടെ മാറുകയാണ്. ഗൃഹസമ്പർക്കമാകട്ടെ, ഇല്ലെങ്കിൽ റോഡ് ഷോകളാകട്ടെ, മറ്റു പ്രവർത്തനങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ മുൻപോട്ട് പോകുന്ന ഒരു മണ്ഡലം. ഇവിടെ വികസനത്തിന്റെ പേരിലാണ് PR ശിവശങ്കർ വോട്ട് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എറണാകുളത്തിന് നഷ്ടപ്പെട്ട ഈ കേന്ദ്ര ഫണ്ടുകൾ അടക്കം താൻ കൊണ്ടുവരും, ജയിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനും കൊണ്ടുവരുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വാഗ്ദാനം. നമുക്കറിയാം, എറണാകുളം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് അങ്ങനെ രാഷ്ട്രീയ അടിമത്തമുള്ള ഒരു വോട്ടർമാരല്ല അവിടെയുള്ളത്. അവർ ഈ വികസനത്തിന് തന്നെ മുൻതൂക്കം കൊടുക്കുന്നതാണ്. ഒരുപാട് വികസനത്തിന് സാധ്യതയുള്ളതും വികസനം ആവശ്യമുള്ളതുമായ ഒരു നിയോജക മണ്ഡലം കൂടിയാണ് എറണാകുളം. ഇവിടെയാണ് BJPയുടെ PR ശിവശങ്കർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത്. ഒരുപക്ഷെ BJPയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം എറണാകുളത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയേറെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇതിനു മുൻപ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് അറിവില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. ഈ ഒരു ആവേശവും പ്രവർത്തകരുടെ ചിട്ടയായ പ്രവർത്തനവുമാണ് മണ്ഡലത്തെ പ്രവചനാതീതമാക്കിക്കൊണ്ട് ഒരു ത്രികോണ പോരിലേക്ക് മണ്ഡലത്തെ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ആവേശം വിതറിക്കൊണ്ട് എറണാകുളം ജില്ല തന്നെ നിൽക്കുമ്പോൾ അതിൽ തൃപ്പൂണിത്തുറയുണ്ട്, തൃക്കാക്കരയുണ്ട്, കുന്നത്തുനാടുണ്ട്, അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് എറണാകുളം നിയമസഭാ മണ്ഡലം നിൽക്കുന്നത്. അത് PR ശിവശങ്കർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം, ആ വ്യക്തിപരമായി അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകൾ, പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന വോട്ടുകൾ, ഒപ്പം തന്നെ ഇപ്പോൾ പുതിയതായി അവരുടെ മുന്നണിയിലേക്ക് എത്തിയിരിക്കുന്ന 2020യുടെ വോട്ടുകൾ, ഈ വോട്ടുകൾ സമാഹരിക്കാനായാൽ അത്ഭുതങ്ങൾ തന്നെ എറണാകുളത്ത് സംഭവിക്കുമെന്ന് BJPക്കാർ കരുതുന്നു. രാഷ്ട്രീയ നിരീക്ഷകരും അത്തരത്തിൽ തന്നെ ഒരു കണക്കുകൂട്ടലാണ്. എന്തും സംഭവിക്കാവുന്ന രീതിയിലേക്ക് അവസാന നിമിഷം എത്തുമ്പോഴേക്കും എറണാകുളം നിയമസഭാ മണ്ഡലം മാറി മറിയുകയാണ്. ഒരുപക്ഷെ അത്ഭുതങ്ങൾക്കൊടുവിൽ PR ശിവശങ്കർ ജയിച്ചു കയറിയാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക്, ലൂസിന്റെ മലയാളം.